നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആദരണീയനായിട്ടുള്ള ഡോക്ടർ ടി.പി. ശശികുമാർ സാറാണ്. മുൻ സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ മാത്തമാറ്റീഷ്യൻ, ലോയർ, ടെക്നിക്കൽ എക്സ്പേർട്ട്, സൈക്കോ തെറാപ്പിസ്റ്റ്, അതുകൂടാതെ ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ് ആദരണീയനായിട്ടുള്ള ടി.പി. ശശികുമാർ സാർ. അദ്ദേഹം KPC അനുജൻ ഭട്ടതിരിപ്പാട് എന്നുള്ള മഹത് വ്യക്തിയോടൊപ്പം സഞ്ചരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അതുപോലെ തന്നെ ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന പുസ്തകം എഴുതിയ സ്വാമി രാമയുടെ ഡയറക്റ്റ് ഡിസൈപ്പിൾ, അതായത് നേരിട്ടുള്ള ഒരു ശിഷ്യനും കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ ടി.പി. ശശികുമാർ സർ. നമസ്കാരം ലക്ഷ്മി. സാറിനോട് എന്നും ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഇന്ന് നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഭഗവത്ഗീത തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഭഗവത്ഗീത. സർ, ആദ്യത്തെ ഒരു ചോദ്യം, സാർ ഒരു സയന്റിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ PhD-യിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് സാറ് തന്നെ പറയാറുണ്ട് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ആണ്, അതായത് അതിന്റെ വ്യാപ്തിയും ലക്ഷ്യവുമാണ്. എന്താണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടം, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണ്? അതിനെക്കുറിച്ച് തന്നെ ആദ്യം ചോദിക്കുകയാണ്. ലക്ഷ്മിജി, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ശ്രീമദ് ഭഗവത്ഗീത. അത് ഗീത എന്നും ഭഗവത്ഗീത എന്നും ശ്രീമദ് ഭഗവത്ഗീത എന്നും പറയാറുണ്ട്. അതിന്റെ മാഹാത്മ്യം ആണ് ഈ ചോദ്യത്തിന് ഉത്തരം. അതല്ലെങ്കിൽ ഗീത അഷ്ടോത്തരി വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭഗവത്ഗീത, എന്തിനാണ് ഭഗവത്ഗീത? ഗീത ധ്യാനം വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, എന്തിനാണ്? ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, സിനോപ്സിസ് എന്ന് പറയുന്ന തരത്തിൽ ഇത് കൃത്യമായിട്ട് എല്ലാ PhD തീസിസും നമ്മളൊക്കെ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, ടൈറ്റില്, സിനോപ്സിസ്. ടൈറ്റിലിൽ തന്നെ പൂർണ്ണമായിട്ടും വ്യക്തമാവണം. ഇത് ടൈറ്റില് വളരെ വ്യക്തമാണ്. ശ്രീ എന്ന വാക്കിന് തന്നെ ശ്രീമദ് ഭഗവത്ഗീത ആണ്. അപ്പൊ ശ്രീ എന്ന വാക്കിന് തന്നെ സ്നേഹം, ആദിത്യം. നമ്മൾ ഒരാൾക്ക് ശ്രീ എന്ന് പറയുന്നത് ഒരു ആദിത്യ മര്യാദയാണ്. അതുകൊണ്ടാണ് ശ്രീ എന്ന് എല്ലാത്തിനും ചേർക്കുന്നത്. ചിലർക്ക് ഒരു ശ്രീ പോരാത്തോണ്ടാണ് കുറെ ശ്രീയൊക്കെ ചേർക്കുന്നത്. അത് മഹത്വത്തിന്റെ ലക്ഷണമാണ്. ഒരു മഹത്വം മതി ശരിക്കും, കുറെ മഹത്വമൊന്നും ആവശ്യമില്ല. ശ്രീമൻ നാരായണൻ എന്നാണ് നമ്മൾ പറയാം. ശ്രീ എന്നത് ഒന്ന് മഹത്വം. ആ മഹത്വത്തിൽ ഏറ്റവും മഹത്വം ഇപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതാണ് മഹാന്മാരുടെ ഏറ്റവും മുകളിൽ. അപ്പൊ ഹൂ ഈസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയാറില്ല ഡെവലപ്പിംഗ് നേഷൻ ആൻഡ് ഡെവലപ്ഡ് നേഷൻ. ഡെവലപ്പ് ചെയ്ത് ഒരു പേഴ്സണാലിറ്റി എവിടെ വരെ എത്താം? അങ്ങനെ എത്തിയാൽ അവസാനം എത്തുന്ന സ്ഥലം ഭഗവാനാണെന്നാണ് ഞാൻ പറയാം. കാരണം അത് ശ്രീയുടെ അങ്ങേ അറ്റത്താണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എത്തിയാൽ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പേഴ്സണാലിറ്റി ആരാണെന്ന് ചോദിച്ചാൽ സുപ്രീം പേഴ്സണാലിറ്റി എന്നാണ്. ഹൂ ഈസ് സുപ്രീം പേഴ്സണാലിറ്റി? അത് ഭഗവാനാണ്. അപ്പൊ ശ്രീ എന്ന് ചേർക്കുമ്പോൾ തന്നെ സുപ്രീം എന്നുള്ള ഏറ്റവും ദൈവികമായിട്ടുള്ള ഒരു സൂചനയാണ്. മത് എന്ന് പറഞ്ഞാൽ തന്നെ മഹാനായ, അത്യുത്തമനായ, പ്രബുദ്ധതയുള്ള, ആവശ്യത്തിലധികം എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യന്മാർക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ എല്ലാത്തിലും നന്മ, എന്തൊക്കെ നന്മകൾ, എബോവ് ആവറേജ്, സുപ്രീം. നമ്മൾ ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ പറയുമല്ലോ, ആ ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുള്ള അതിനെയാണ് മത് എന്ന് പറയാം, ശ്രീമത്. അപ്പൊ ഏറ്റവും നല്ല അധിപനായിരിക്കുന്ന അവസ്ഥയിൽ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എത്തിയിട്ടുള്ള ഭഗവത്. പറഞ്ഞല്ലോ, ഭഗവത് എന്നുള്ളതിന്റെ അർത്ഥം എന്നുള്ളതിന്റെ പഞ്ചഭൂതങ്ങളുടെ സമഗ്ര ഭൂമിയും ഗഗനവും വരുണനും വായുവും ജലവും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഭഗവാൻ. ആ ഭഗവാൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് ഭഗവത്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള എന്നർത്ഥം. ഭഗവാന്റെ ദിവ്യമായ ഏറ്റവും മേന്മയുള്ള ഗീത. ഗീത എന്ന് പറഞ്ഞാൽ ഗാനം തന്നെയാണ്. സംഗീതം എന്നുള്ള വാക്ക് തന്നെ ഗീത എന്ന് പറഞ്ഞാൽ സംഗീതം തന്നെയാണ്. അത് എന്തിനാണ് അതിന്റെ മഹത് ഗാനത്തിന് എന്താണ് തരാനുള്ളത് എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല രസകരമായിട്ട് അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയെ ഇത്രയും പ്രചാരമാക്കിയിട്ടുള്ളത് ചിലപ്പോൾ ചിന്മയ സ്വാമികളാണെങ്കിൽ ഭഗവത്ഗീതയുടെ ആദ്യ പഠനം എത്രയോ ഭാഷ്യങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷെ ഭഗവാൻ ഭാഷ്യകാരൻ
എന്നറിയപ്പെടുന്ന ഒരാളേ ഉള്ളൂ. ഭഗവാൻ ഭാഷ്യകാരൻ എന്ന് പറഞ്ഞാൽ ശങ്കരനാണ്. ആ ശങ്കരൻ ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹം, അതിനപ്പുറത്ത് ഇനി പറയാനില്ല. ഗീതാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ ഭാഷ്യകാരന്റെ ഭാഷ്യത്തില് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹം. അതിലിപ്പുറം എന്താ വേണ്ടേ? എല്ലാ വേദങ്ങളുടെയും, വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്, എല്ലാ വേദങ്ങളുടെയും അർത്ഥമെടുത്തിട്ട് അതിന്റെ സാരാംശം എടുത്തിട്ട് അതിനെ കുറുക്കിയെടുക്കുക എന്നൊക്കെ പറയും, 101 ആവർത്തി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറുക്കിയെടുത്തിട്ട് വേദാംശത്തിന്റെ സാരസംഗ്രഹമാണ്, സമസ്ത വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഗീത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തൊക്കെയുണ്ടോ വേദ ഉപനിഷത്തുകളിൽ, ധ്യാന ശ്ലോകത്തിലും പറയുന്നുണ്ടല്ലോ അത്, ഉപനിഷത്തിന്റെ ആവുന്ന പശുവിന്റെ പാല് കറക്കുന്നതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അത് തന്നെ. അതുകൊണ്ട് ഗീത എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ശങ്കരഭാഷ്യം പറയാം, അഷ്ടോത്തരി നാമാവലികൾ ഓരോന്നായിട്ട് പറയാം. ശ്രീമദ് ഭഗവത്ഗീതായേ നമഃ, ഓം ശ്രീകൃഷ്ണ അമൃതവാണിയേ നമഃ, പാർത്ഥായ പ്രതിബോധിതായേ നമഃ, ഭഗവത്യേ നമഃ, അദ്വൈതാമൃതവർഷിണേ നമഃ, അദ്വൈതമാവുന്ന വിജ്ഞാനം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതം, രണ്ടില്ല, ഞാനും ഭഗവാനും ഒന്നാണെന്നറിയുന്ന അമൃത് പകർന്നു തരുന്ന ആ ഒരു അറിവാണ്, അതിന്റെ വർഷമാണ്, അതിന്റെ നമസ്കരണമാണ്, അതിന്റെ സന്ദേശമാണ് ഗീതയുടെ ഭക്തിയും തത്വത്തിലും ആത്മീയതയിലും ഒക്കെ ആഴത്തിൽ കാണാൻ പറ്റുന്ന അർത്ഥം. അത് സർവമംഗല രൂപമായിട്ടുള്ള ഒരു രൂപം, സർവമംഗളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അത് ഗീതാധ്യാനത്തിലും നമുക്ക് കൃത്യം പാർത്ഥായ പ്രതിബോധിത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ശ്ലോകങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിനേക്കാളും കവിഞ്ഞ് നമ്മൾ പറയേണ്ടത് പ്രാക്ടിക്കൽ വേൾഡിൽ അതിന്റെ യൂസ് എന്താണെന്നാണ്. ഇപ്പൊ നമ്മളിപ്പോ പറയുമ്പോൾ മൂകം കരോതി വാചാലം എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു വളരെ ഒരു സൂപ്പർലേറ്റീവ് ആയിട്ട് ഒരു അധികം പറഞ്ഞു എന്നൊക്കെ സംശയം തോന്നും. അത് സ്നേഹം കൂടുമ്പോ അങ്ങനെയാണോ? ഗീത അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുമ്പോൾ 1000 പേര് വന്നിരുന്നു ശ്രദ്ധിക്കുന്നു, കൃത്യമായിട്ട് 1000 വന്നോന്നല്ല, ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതാ നിങ്ങളോട് ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകും, ഈ കുറ്റം ചെയ്യരുതെന്ന്. 1000 പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 അല്ല, അത് ആ തരത്തിൽ പറയുന്നത്, സൂപ്പർലേറ്റീവ് ആയിട്ട് പറയുന്ന കുറേ, അത് സ്നേഹം കൂടുമ്പോൾ കുറെ നമ്മൾ കൂട്ടി പറയും. പക്ഷെ ഈ ശാസ്ത്രത്തിന്റെ ആർക്ക് ഫലം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ കൃഷ്ണൻ 18ാമത്തെ അധ്യായത്തിൽ ആര് വായിക്കണം, എങ്ങനെ വായിക്കണം, ആർക്കൊക്കെ എന്തുകൊണ്ട് ഗുണമുണ്ടാവും, എവിടെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഭഗവത്ഗീത അനലൈസ് ചെയ്ത് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ആർക്കാണ് ഇത് ഉപകാരപ്പെട്ടതെന്നാണ്, എന്തിനാണ് ഇത് ചെയ്തത് എന്നതാണ്. ഏറ്റവും നല്ല കഴിവുള്ള ഒരു യോദ്ധാവ്, ആ യോദ്ധാവിന് ഒന്നും ചെയ്യാൻ പറ്റാതെ വേർത്ത് കുളിച്ചു നിൽക്കുന്ന സമയത്ത്, വിറച്ച് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് ഒരു രൂപമില്ലാത്ത സമയത്ത്, അപ്പൊ ആദ്യം ചെയ്തത് എന്താണ്? ആ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുമ്പോൾ കാണാൻ പറ്റും, വേർത്ത് കുളിച്ച് ഗാന്ധീവൻ തന്നെ താഴെ വെക്കുകയാണ്. രണ്ടാമത് ഗാന്ധീവൻ കയ്യിൽ എടുത്തു, എന്നിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറില്ലാണ്ടിരിക്കണം. സെക്കൻഡ് ചാപ്റ്ററൊക്കെ ആകുമ്പോൾ കയ്യിലൊക്കെ ആയി, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ നമുക്കൊക്കെ ആയുധം കയ്യിലെടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തവരാണെന്നർത്ഥം. പലർക്കും കഴിവുണ്ട്, പലതും ചെയ്യാൻ സാധിക്കും. ഓരോ വ്യക്തിക്കും 100 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാവുമ്പോൾ ഭഗവത്ഗീത വായിച്ചാൽ ആയുധം കയ്യിലെടുക്കാനുള്ള ഒരു ധൈര്യം ആദ്യം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ആയുധം എങ്ങനെ ഉപയോഗിക്കണം, കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. കുറേ കഴിവുള്ള വ്യക്തികളുണ്ട്, ആ കഴിവുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റും കൗൺസിലിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും സങ്കടകരമായ ജീവിതത്തിന്റെ ഓരോ ദിവസത്തെ പ്രോബ്ലംസും പറഞ്ഞുകൊണ്ട് എനിക്ക് വരുന്ന മെസ്സേജുകൾ, ദീർഘമായ മെസ്സേജുകൾ, വായിക്കാൻ തന്നെ ഒരു ദിവസം പോരാ, അത്രയും ദീർഘമായ മെസ്സേജുകളാണ് ഓരോ ദിവസവും വരുന്നത്. ഇവരൊക്കെ നമുക്ക് തോന്നുന്നത് അവർക്ക് ഒരു എങ്ങനെ സമൂഹത്തിൽ ഇടപെടണം, എങ്ങനെ അവരുടെ കഴിവിനെ ഉപകരിക്കണം എന്നൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ലെസൺ കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. അപ്പൊ ഭഗവത്ഗീതക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആയുധം കയ്യിലെടുപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ധൈര്യമില്ലാത്തവന് ധൈര്യം കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള, പിന്നെ നമുക്കുണ്ടാവുന്ന എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് കോൺസിക്വൻസസിനെ കുറിച്ചാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കും ഇത് ചെയ്താൽ എന്ത് പറ്റും. അങ്ങനെ വളരെ ലോവർ ലെവലിൽ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയൊക്കെ ഏറ്റവും വലിയ കഴിവുള്ള ഒരു ആയുധധാരിയായ, മഹാഭാരത യുദ്ധത്തിൽ പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്ന അർജുനൻ അങ്ങനെ തോന്നുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏറ്റവും വലിയ കഴിവുള്ളവനും ഈ ഒരു അവസ്ഥയിലൊക്കെ പോകുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ചെയ്തത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത് ഒരു വലിയ ഒരു എനർജിയാണ്. ആ എനർജി കൊടുക്കുക എന്നുള്ളതാണ്, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ഏറ്റവും കഴിവുറ്റവരാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അതിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ലോകത്ത് താൽക്കാലികമായിട്ടൊക്കെ ചില സൊല്യൂഷൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്റെ തൊട്ടു മുന്നിലിരിക്കുന്ന എന്റെ ഗുരുക്കന്മാർക്കെതിരെ പോലും എന്നെക്കാളും കഴിവുണ്ട്, എന്നെ പഠിപ്പിച്ചത് അവരാണ്. അപ്പോ സ്വധർമ്മമാണ് അർജുനന്റെ വില്ല്. അർജുനന്റെ വില്ലായിട്ട് കാണരുത്. പ്രാക്ടിക്കലായിട്ട് ഭഗവത്ഗീതയെ നോക്കുന്ന സമയത്ത് നാം കാണേണ്ടത് അർജുനന്റെ വില്ല് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും സ്വധർമ്മമാണ്, കടമയാണ്. ആ വില്ല് ഉപേക്ഷിക്കുന്നതാണ് ഒന്നാമത്തെ അധ്യായം. അതാണ് വിഷാദം. അത് വളരെ വയലന്റ് ആയിട്ടുള്ള മനസ്സോടുകൂടിയുള്ള അർജുനനെ അവസാനത്തെ അധ്യായത്തിൽ അർജുന വിഷാദ യോഗം, വിഷാദം എന്ന് പറഞ്ഞാൽ വയലന്റ് ആണ്, ഇമോഷണലി വയലന്റ് ആവുമ്പോഴാണ് വിഷാദം ഉണ്ടാവുക. ആ ഇമോഷണലി വയലന്റ് ആയിട്ടുള്ള അർജുനനെ അവസാന ചാപ്റ്റർ 18ാമത്തെ ചാപ്റ്റർ എത്തുമ്പോഴത്തേക്കും മോക്ഷ സന്യാസ യോഗം എന്ന് പറയുമ്പോൾ സൈലന്റ് ആയിട്ടുള്ള, വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള, ആക്ഷൻ ചെയ്യാൻ എന്ത് ചെയ്യാനും റെഡിയാണ്. പക്ഷെ എന്റെ മനസ്സ് വയലന്റ് അല്ല, മനസ്സ് സൈലന്റ് ആണ്. കായികമായിട്ടുള്ള ശക്തി ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടത് മനസ്സ് സൈലന്റ് ആവുകയാണ്. ആ വില്ല് കയ്യിലെടുപ്പിക്കാൻ സ്വധർമ്മം സൂക്ഷിക്കുക എന്നുള്ള ഓരോ മനുഷ്യനും അവനവൻ ചെയ്യാനുള്ള ധർമ്മം, അതാണ് നമ്മുടെ വില്ല് കയ്യിലെടുക്കുമ്പോഴുള്ള ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ. ആ ധർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? സമ്പത്ത്, വിജയം, അതാണ് ലാസ്റ്റ്. അതുകൊണ്ടുണ്ടാവുന്ന ഭൂതി, സമൃദ്ധി, മോക്ഷം, ബ്ലിസ്. മോക്ഷം എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് കുറച്ച് കഴിയുമ്പോൾ തോന്നാത്ത നമ്മുടെ സ്ഥിരമായിട്ടുള്ള അവസ്ഥയെയാണ് മോക്ഷം എന്ന് പറയാം. ഇതാണ് എന്ന് പറയാം. ഇത് മാത്രം പറഞ്ഞാൽ ഭഗവത്ഗീത തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജന്മം ഫുൾ പറഞ്ഞാൽ തീരാത്തത്രയും കുറേ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് പറയാൻ പറ്റും. സംക്ഷിപ്തമായിട്ട് ഇത് മതിയെങ്കിൽ ഇത് മതിയാക്കാം. ഇനിയും തുടർന്ന് പറയണമെങ്കിൽ എത്ര മണിക്കൂറുകളാണോ നമുക്ക് പറയാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കേൾക്കാൻ തയ്യാറാണോ അത്രയും പറയാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് ശ്ലോകങ്ങളൊക്കെ ഇതിനെ കൂട്ടി ചെയ്ത് പറയാം. കാരണം എന്റെ ബുക്കിൽ ഞാൻ ഇത് ഫുൾ ശ്ലോകങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന്റെ ഗുണങ്ങളും അതിന്റെ ദോഷങ്ങളും എവിടെയൊക്കെയാണ്, എവിടെയാ കണക്ട് ചെയ്തിരിക്കുന്നത്, ഏത് ശ്ലോകം എവിടെ വായിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പം പറയാൻ പറ്റും. ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ജീവിതം, എല്ലാവരും ജീവിതത്തിന്റെ വഴിയിലൂടെ പോകും. പക്ഷെ അതിനെ അർത്ഥപൂർണമാക്കുകയാണ്, അതിന് ഏറ്റവും നല്ല മാർഗനിർദ്ദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയാണ്. ഏത് സമയത്തും ആശയക്കുഴപ്പം. ഇനിയിപ്പോ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇനി അർജുനന്റെ മനസ്സ് ഉടനെ വരാം. ആശയക്കുഴപ്പം എന്ന് പറയുമ്പോൾ അർജുനനാണ്. ലക്ഷ്യമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ അർജുനനാണ്. ആ അർജുനനല്ല, അർജുനന്റെ എടുത്ത് നമ്മളൊക്കെയാണ് നിൽക്കുന്നത്. അതില് കൃഷ്ണൻ ഒരു വേഷമുണ്ട്. ആ വേഷം എന്ന് പറയുന്നത് വഴികാട്ടിയാണ്. അത് നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. അതാണ് കൃഷ്ണൻ ഉദ്ധരേത് ആത്മനാത്മാനാം എന്നുള്ള ശ്ലോകത്തിലൊക്കെ പറയുന്നത്. ഒരു വഴികാട്ടിയായിട്ടുള്ള, സഹായിയായിട്ടുള്ള, സ്വന്തം തിരഞ്ഞെടുക്കാൻ തയ്യാറല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു മെന്റർ. അപ്പൊ ഭഗവത്ഗീത പറയുന്നത് എന്താണ്? നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ, വഴികാട്ടി ഉണ്ടെങ്കിൽ, മടിയുള്ള ഒരാൾക്കും ആയുധം കയ്യിൽ വെച്ചിട്ടുള്ള ഒരാൾക്കും കഴിവുണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരാൾക്കും പൂർണ്ണപ്രാപ്തി നേടണമെങ്കിൽ യു നീഡ് എ മെന്റർ. അത് എത്ര സ്കിൽഫുൾ ആണെങ്കിലും, അർജുനന്റെ അത്ര സ്കിൽഫുൾ ആയിട്ട് ആരുമില്ല. അർജുനന്റെ അത്ര ബ്ലെസ്സിങ്സോ വെപ്പൺസോ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരാളും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല.
എത്ര ബുദ്ധിമുട്ടുള്ള ഏത് ശത്രുവിനെയും കൊല്ലാൻ തക്ക ആയുധങ്ങൾ കയ്യിലുള്ള ആളാണ്. പക്ഷെ എന്തില്ല, ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. ആ വെല്ലുവിളികളെ വരുന്ന സമയത്ത് അവനവന്റെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാണിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിക്ക് ഒരു മെന്റർ ഉണ്ടായാൽ അത് സാധിക്കും എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് കൃഷ്ണൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ കൃഷ്ണന്റെ രൂപത്തിൽ എല്ലാവർക്കും. ഞാൻ അർജുനാണോ ചോദിച്ചാൽ ഞാൻ അർജുനല്ല. അപ്പൊ ഭഗവത്ഗീത വായിക്കുമ്പോൾ, ഞാനൊക്കെ ഭഗവത്ഗീത വായിക്കുന്ന സമയത്ത് അർജുനന്റെ ശ്ലോകം വായിക്കുമ്പോൾ ഞാൻ അർജുനാവും, സഞ്ജയന്റേത് വായിക്കണം ഞാൻ സഞ്ജയനാവും, ധൃതരാഷ്ട്ര ഉത്തരം പറയുമ്പോൾ ഞാൻ ധൃതരാഷ്ട്രാവും, കൃഷ്ണൻ പറയുന്ന സമയത്ത് ഞാൻ കൃഷ്ണനാവും. ആ വേഷം കെട്ടിയിട്ടാണ് നമ്മളിത് വായിക്കുക. അപ്പൊ തന്നെ അതിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആവും. അപ്പൊ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട കുറെ സംഭവങ്ങൾ ഓരോരാളുടെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം. സഞ്ജയന്റെ ദൃഷ്ടിയില് ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറയുന്ന സമയത്ത് ധൃതരാഷ്ട്രയുടെ കണ്ണിലൂടെ ഭഗവത്ഗീത എങ്ങനെ കാണണം, അർജുനന്റെ കണ്ണിലൂടെ നമ്മൾ എങ്ങനെ കാണണം. ധൃതരാഷ്ട്രയുടെ എന്ന് പറഞ്ഞാൽ കുറെ പൊട്ടന്മാരായിട്ടുള്ള അച്ഛന്മാരുണ്ട് ഈ ലോകത്ത്. അവരുടെ കണ്ണിലൂടെ, അവരുടെ ഡ്രൈവറാണ് അവരുടെ അഡ്വൈസർ, ഡ്രൈവറോടാണ് ചോദിക്കുക എന്ത് സംശയം വരുമ്പോഴും. കൃത്യമായിട്ടൊരു മെന്റർ ഒന്നുമില്ല. അല്ലെങ്കിൽ കൃഷ്ണൻ അടുത്ത് പോയി ചോദിച്ചാൽ മതിയായിരുന്നു, അത് ചോദിച്ചില്ല, ഡ്രൈവറോടാണ് ചോദിക്കുക. അത് ചീഫ് മിനിസ്റ്റർ ആയാലും ഓടിച്ചിട്ടൊരു ട്രാഫിക് ജാം ഉണ്ടാകുമ്പോൾ ഉടനെ ഡ്രൈവറോട് ചോദിക്കുക എന്ത് പറ്റിയെന്ന്. എന്ന് വെച്ചാൽ ചീഫ് മിനിസ്റ്ററെക്കാളും അറിവുണ്ട് ഡ്രൈവർക്ക് എന്നുള്ള ധാരണയിലാണ്. അത് അല്ലെങ്കിൽ അഡ്വൈസർ ആവാം, അല്ലെങ്കിൽ പോലീസ് ആവാം, ആരോടെങ്കിലും ചോദിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എല്ലാവരും കുഴപ്പത്തിലൊക്കെ ചാടുന്നത്, കൃത്യമായിട്ട് ചോദിക്കാത്തതുകൊണ്ട്. ചോദിക്കേണ്ട ആളത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എല്ലാ ഭരണാധിപന്മാർക്കും. അതിനെയാണ് അന്ധത എന്ന് പറയുക. ആ അന്ധതയാണ് ധൃതരാഷ്ട്രം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ക്യാരക്ടറും നോക്കിയാൽ നമുക്ക് ഇന്നത്തെ പരിതസ്ഥിതിയിൽ ആര് ആണ് ഇത് ചോദിക്കുന്നതെന്ന് മനസ്സിലാവും. അത് ചിലപ്പോ ഭാര്യ, അന്ധനായ രാജാവിന് അത്യാവശ്യമായിട്ട് കാഴ്ച കൊടുക്കേണ്ടത് ഭാര്യയാണ് കൂട്ടായിട്ട്. പക്ഷെ അന്ധനായ ഭരണാധികാരിയുടെ കുടുംബാംഗങ്ങൾക്കും ഇതേ അസുഖം ഉണ്ടാവും. അതുകൊണ്ടാണ് ഗാന്ധാരി കണ്ണു കെട്ടിയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പൊ രണ്ടുപേരും അന്ധന്മാരായാൽ മക്കള് നേരെ വഴിക്ക് പോവില്ല എന്നുള്ളതിന്റെ മാർഗമാണ് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് പേരനൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഗൈഡായിട്ട് ഉപയോഗിക്കുന്ന ആള് പോലും ദുര്യോധനന്റെ ഗൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ശകുനിയാണ്. അപ്പോ കൃഷ്ണൻ ആണ് പാണ്ഡവരുടെ അഡ്വൈസർ. കൗരവന്മാരുടെ അഡ്വൈസർ എന്ന് പറയുന്നത് ദുര്യോധനെ ഗൈഡ് ചെയ്യുന്നത് അന്ധനായ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് മാത്രം ശകുനി എന്നൊരു വ്യക്തിയാണ്. അതിന് പകരം പാണ്ഡവന്മാരുടെ അഡ്വൈസറായിട്ട് ഗൈഡായിട്ടിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുമോ, നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റാൻ സാധിക്കുമോ, എത്രത്തോളം നമുക്ക് നന്മ ഉണ്ടാക്കാൻ പറ്റുമോ, അതിന്റെ ഔന്നത്യത്തിൽ ഇരിക്കുന്ന ഒരാൾ വേണം. ഒരാൾക്ക് മില്യനെയർ ആവണമെങ്കിൽ ബില്യനെയർ ആവണം അയാളുടെ മെന്റർ. പാപ്പരാസിയായിട്ടുള്ള ഒരാളായാൽ അവിടെ എത്തില്ലല്ലോ. അപ്പൊ ഈ ഒരു അവസ്ഥയാണ്, ഈ ഒരു പാഠമാണ് നമുക്ക് കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത്. അത് വ്യത്യസ്തമായ കഥകൾ പറയുന്നത് പോലെ നല്ല രസകരമായ അവസ്ഥയിൽ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ഭഗവത്ഗീത വളരെ എളുപ്പം ധൃതരാഷ്ട്രയുടെയും സഞ്ജയന്റെയും കണ്ണിലൂടെ, എന്ന് വെച്ചാൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരാളുടെ, ഒരു പ്രോബ്ലത്തിലും ഇല്ലാത്ത ഒരാള്, എന്താണ് അവരുടെ ദൃഷ്ടി. ഇലക്ഷന് മത്സരിക്കുന്നതിന് പകരം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ളവരുണ്ടാവും, അവർ ഇന്നതൊക്കെയാണെന്ന് പറയും. അതുപോലെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മത്സരിക്കുന്നവരുടെ ആ ഗ്രൂപ്പിൽ പെടുമ്പോഴാണ് കൃഷ്ണൻ അത് മെന്ററായിട്ട് പറയുന്നത്. സഹിക്കുന്നവര് അർജുനാണ്, അവർക്കാണ് കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും ഒക്കെ ഉള്ളത്. അവരുടെ കണ്ണിൽ ഒരു മെന്റർ അടുത്ത് പോകുമ്പോഴുള്ള സ്ഥിതി എന്താണ്, പുറത്തു വരുമ്പോഴുള്ള സ്ഥിതി എന്താണ്. ഇങ്ങനെ നമുക്ക് ഭഗവത്ഗീതയെ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത് പഠിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും, ഓ ഇത് എന്റെ പ്രോബ്ലമാണ്. അങ്ങനെ പഠിക്കുന്നതാണ് ഈ ഭഗവത്ഗീതയുടെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. കൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് 18ാമത്തെ ചാപ്റ്ററിൽ ആര് പഠിക്കണം, എങ്ങനെ വായിക്കണം, എങ്ങനെ ഉള്ളവര് പഠിപ്പിക്കണം, എങ്ങനെ ഉള്ളവരുടെ അടുത്ത് നിന്ന് പഠിക്കണം. അത് വെറുതെ വായിച്ചു പോകാനുള്ളതല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ വളരെ രസകരമായിട്ട്, ലോജിക്കലായിട്ട്, ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ലേണിംഗ് എന്നൊക്കെ പറയും, ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ലേണിംഗ്, ഡിസ്കവറി മെത്തേഡ് ഓഫ് ലേണിംഗ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പറന്റിസ് ടൈപ്പ് ലേണിംഗ് ആണ്. ഓരോ ശ്ലോകം എടുക്കുക, ഒന്നങ്ങോട്ട് വായിക്കുക, അതിന്റെ അർത്ഥം പറയുക, അങ്ങനെ അങ്ങോട്ട് പോവുക. ആ അപ്പറന്റിസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും അപ്പറന്റിസ് ആണ്. അയാൾക്ക് എപ്പോഴും മാനേജർ ലെവലിലോ അല്ലെങ്കിൽ ഹയർ ലെവലിലോ ഒന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ പഠിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു അങ്ങനെ കുറെ ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രതി ആവർത്തി വായിച്ച് കുറെ പ്രാവശ്യം പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട്
ഇപ്പൊ എൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു ചിന്തകളാണ്. നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ടല്ലല്ലോ ലക്ഷ്മിജി ഇത് തീർക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ശ്ലോകത്തിൽ തീർത്തുതരാം, അല്ലെങ്കിൽ ഒറ്റ അഷ്ടോത്തരിയിൽ തീർത്തു. ഇത് ഒരു ക്ലാസ് ഒന്നും അല്ല, 1000 ക്ലാസ് കൊണ്ട് തീരത്തില്ല. അങ്ങനെ തന്നെയാണ് തുടരാൻ താല്പര്യം. എന്തായിരുന്നാലും ആദ്യത്തെ ചോദ്യത്തിന്, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പിന് അങ്ങ് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തന്നു കഴിഞ്ഞു. മനഃശാസ്ത്രം പറയാറുണ്ട്, ഇഫ് യു ആർ ന്യൂട്രൽ ഇൻ സിറ്റുവേഷൻ ഓഫ് ഇൻജസ്റ്റിസ് യു ഹാവ് ചൂസൺ ദ സൈഡ് ഓഫ് ദ ഒപ്രസർ എന്നാണ് പറയുന്നത്, അല്ലെ? അങ്ങൊരു സൈക്കോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അറിയാം. അതായത് നമ്മൾ ന്യൂട്രൽ ആയിട്ട് പോസിറ്റീവും നെഗറ്റീവും അല്ലാത്ത ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ എതിരാളികൾക്ക് ശക്തി കൊടുത്തിട്ട് അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നത്. അത് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തില് അർജുനനും സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് അങ്ങ് വ്യക്തമാക്കി കഴിഞ്ഞത്. ഇനി ഇതിന് ക്ലാരിറ്റി, അതായത് അറ്റ്മോസ്റ്റ് ക്ലാരിറ്റി അങ്ങ് തന്നു കഴിഞ്ഞു, വ്യക്തത വരുത്തി കഴിഞ്ഞു. വ്യക്തിത്വം ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ കടമയെ കുറിച്ച് ബോധിപ്പിക്കാൻ, ഇതിനെല്ലാം നമുക്ക് അനുയോജ്യനായിട്ടുള്ള, ഏബിൾ ആയിട്ടുള്ള റൈറ്റ് അഡ്വൈസർ, ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ നയിക്കാൻ പറ്റിയൊരു ആള് തന്നെ വേണം. നമ്മുടെ അഡ്വൈസർ മോശമായാൽ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് പോകും. അതിൽ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം വ്യക്തമാണ്. ഇനി അങ്ങയോട് അടുത്ത് ചോദിക്കാനുള്ളത്, ഭഗവത്ഗീതാ ധ്യാനം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഗീതാ ധ്യാനത്തിന്റെ പ്രാധാന്യവും അതിന്റെയും ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പും തന്നെയാണ് അങ്ങയോട് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം. എനിക്ക് തോന്നുന്നു ഗീതാധ്യാനം എന്ന് പറയുമ്പോൾ അതില് ഓരോ ശ്ലോകവും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ചിലപ്പം നമ്മൾ പറയേണ്ടത്, ജീവിതമാകുന്ന നമ്മുടെ ഒരു സരോവരം അല്ലെങ്കിൽ ഒരു നദി എന്നൊക്കെ പറയുന്നതിൽ എങ്ങനെ നമ്മളെ കടത്തിവിടാൻ ഈ ഗീത പഠിപ്പിക്കുന്നു എന്നുള്ള ഭാഗമായിരിക്കും. അതല്ലെങ്കിൽ ഈ ഉപനിഷത്താവുന്ന പശുവില് നമ്മൾ എങ്ങനെ നമുക്ക് അതിൽ നിന്നും പാല് കറന്നെടുക്കാം, അങ്ങനെ ഓരോന്നെടുക്കുമ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിൽ ഏതാണ് പ്രാധാന്യമുള്ളത്, ഏതാണ് പ്രാധാന്യം ഇല്ലാത്തത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗീതാ ധ്യാനം ഫുൾ പറയേണ്ടി വരും. എനിക്കൊന്ന് അങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം അത് തന്നെ പോകും. അത് വേണോ? അല്ല, സർവോപനിഷത്തോ ഗാവോ ദുഗ്ധോ ഗോപാലനന്ദന പാർത്ഥ, അല്ലെ? പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം. ഗീത അമൃതമാണ് എന്ന്. അമൃതമാണല്ലോ ഏറ്റവും എല്ലാവർക്കും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. എനിക്ക് അമൃത് കിട്ടുമ്പോഴാണ് ഞാൻ ചിരഞ്ജീവിയായിട്ട് മാറുന്നത് എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും സന്തോഷമായി തീരേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പം ഈ ഒരവസ്ഥയില് ഭഗവത്ഗീതയുടെ ഗീതാ ശ്ലോകം പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തിയില്ല എന്ന് വരും, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതിനേക്കാളും പ്രാധാന്യമായിട്ട് ഞാൻ ചിലപ്പോൾ കാണാം അഷ്ടോത്തരി വായിക്കണം. 2-3 പ്രിസ്ക്രിപ്ഷൻസ്. ഞാൻ എപ്പോഴും എന്റെ ഡിസ്കഷനിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഏതാണ് എന്ന് പറയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കോപ്പി എടുത്തിട്ട് അങ്ങോട്ട് ശ്ലോകം അങ്ങോട്ട് പറയുക. ഒന്ന് നോക്കേണ്ടത് ഗീതാ ധ്യാനം തന്നെയാണ്. 2 വേണ്ടത് ഗീത അഷ്ടോത്തരിയാണ്. 3 ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഗീത മാഹാത്മ്യമാണ്. ഇത് 3 വായിച്ചിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, ഇത് കേൾക്കുന്നവര് സാധാരണക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഇതിൽ താല്പര്യമുള്ളവരും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരും കേട്ട് ശീലിച്ചിട്ടുള്ളവരൊക്കെ. ഞാനൊക്കെ ഈ പണ്ട് ഗീതാ പ്രഭാഷണത്തിന് കണ്ണൂരൊക്കെ പോകുന്ന സമയത്ത് ഒരേ ക്ലാസ്സിൽ 50 പ്രാവശ്യമൊക്കെ കേട്ടിട്ടുള്ളവരുണ്ട്. എന്റേതല്ല, പലരുടേതായിട്ട് കേട്ടവരുണ്ട്. അപ്പൊ ഞാൻ അവരുടെയൊക്കെ കാലിൽ നമസ്കരിക്കുകയില്ല. കാരണം എന്നെക്കാളും സീനിയർ ആയിട്ട് ഇത് കേട്ട് ശീലിച്ചവരുള്ളവരുണ്ട്. ഞാൻ അമേരിക്കയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഗീതയുടെ ധ്യാന ശ്ലോകം പറയാൻ തുടങ്ങണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ മുമ്പിലിരിക്കുന്നവരെ കാണുമ്പോൾ അത് പറയണ്ടെന്ന് തോന്നും. കാരണം ഇവൻ ജനിച്ചതേ അയോധ്യയിലാണ്. ഈ അയോധ്യയിൽ ജനിച്ചിട്ടുള്ള ഒരാളോട്, അവിടെ ഗീത കേട്ടിട്ടുള്ള ഒരാളോട് ഞാൻ എങ്ങനെയാണ് ഇത് പറയാന്നുള്ളൊരു ഒരു വിഷമം എനിക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയുടെ ഈ 3 കൃത്യമായിട്ട് പഠിച്ചാൽ, ഗീത ധ്യാന ശ്ലോകം എന്ന് പറഞ്ഞുകൊണ്ടാ പറഞ്ഞത് ഞാൻ. ലക്ഷ്മി ധ്യാന ശ്ലോകം എന്നാണ് പറഞ്ഞത്. ധ്യാന ശ്ലോകം ശരിക്കും പറഞ്ഞാല് മാർക്കറ്റിംഗ് ആണ്. അത് എങ്ങനെ പാടണം, അത് ഏതിന്റെ ആയാലും. ഇപ്പം ദേവി മഹാത്മ്യത്തിന്റെ ധ്യാന ശ്ലോകം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെയൊക്കെ പഠിക്കണം, ഇങ്ങനെയൊക്കെ പാടണം, അത് മാർക്കറ്റിംഗ് ആണ്. മാഹാത്മ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതലാണ്. ഇനി അതിനേക്കാളും കൂടുതലാണ് അഷ്ടോത്തരി. ആ അഷ്ടോത്തരിയിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട്
എന്ത് രസകരമാണെന്ന് പറയും. ഓരോ വാക്കുകളും ഗീതയുടെ ശരിക്കുള്ള മഹാത്മ്യം. പലപ്പോഴും പോപ്പുലർ ആയിട്ടുള്ളത് കേരളത്തിൽ പ്രത്യേകിച്ചും ഗീത ധ്യാന ശ്ലോകമാണ്. കാരണം എല്ലാ ഭഗവത്ഗീതയുടെയും ഫ്രണ്ടിൽ ധ്യാന ശ്ലോകം ഉണ്ടാവും. അതുകൊണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അഷ്ടോത്തരിയാണ് ഒന്ന്, രണ്ടാമത് ഗീത മഹാത്മ്യാണ്. ഇനി അതെടുക്കണമെങ്കിൽ നമ്മൾ 108 എണ്ണം പറഞ്ഞു തരുമ്പോൾ 1 മണിക്കൂർ തീരും. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ കുറെ ശിബിരങ്ങൾ വേണം, എന്നിട്ട് കുറെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും വേണം. അപ്പൊ ഇതെനിക്ക് തോന്നുന്നൊരു ഒരു ട്രെയിലർ പോലെയൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുക കേട്ടോ, പറയണമെന്ന് പറഞ്ഞാൽ ടപ്പ് എന്ന് പറഞ്ഞപ്പോൾ കാണും. എന്റെ ഞാൻ ഇംഗ്ലീഷിൽ കുറെ ട്രാൻസ്ലേഷൻസ് പറഞ്ഞിട്ടുള്ള 3 പ്രാവശ്യം ഉള്ള എന്റെ പ്ലേലിസ്റ്റുകൾ കാണാം. പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിനേക്കാളും കൂടുതൽ ഗീതയുടെ മഹാത്മ്യം അറിയണമെങ്കിൽ ഞാൻ നേരിട്ട് ശ്ലോകത്തിലേക്ക് കാണാം. ഇപ്പം ഭഗവത്ഗീതയിലേക്ക് നേരിട്ട് കയറാനുള്ള ഒരു മൂഡിലായിരുന്നു. കാരണം പറയുന്ന ആള് അല്ലെങ്കിൽ ഭക്തൻ ഇത് ബെസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവില്ല. ഇത് അറിഞ്ഞ് പഠിച്ചിട്ടുള്ള അർജുനന് 100% മാർക്ക് കിട്ടിയാലും അത് സ്റ്റുഡന്റിന്റെ ഗുണോ അല്ലെങ്കിൽ മാഷുടെ ഗുണമാണെന്ന് പറയാം. അപ്പൊ ഇതില് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒന്നാമത്തെ ശ്ലോകം, അത് എന്താണ് അവിടെ നടക്കണമെന്ന് ചോദിക്കുന്നത്. ആ നടക്കുന്നതിനെ മാറ്റിമറിച്ചതാണല്ലോ ഭഗവത്ഗീത. കാരണം 10ാമത്തെ ദിവസം ഭീഷ്മര് തട്ടിപ്പോയ സമയത്ത് അല്ലെങ്കിൽ കിടപ്പിലായ സമയത്താണ്, ഡൺലപ്പ് ബെഡിലേക്ക് അദ്ദേഹത്തെ മാറ്റിയ സമയത്താണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ആവലാതി വരുന്നത്. അതുള്ളത് വരെ മഹാഗുരുക്കന്മാരും മഹാപിതാമഹന്മാരും ഒക്കെ ഗഡാഗഡിയന്മാരായിട്ട് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ആർമി ഇരിക്കുന്നത്. ആ പൊസിഷനിലിരിക്കുന്ന ഭരണപക്ഷത്തിനെതിരെ പോകുന്ന നമ്മുടെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്ന ധർമ്മപുത്രരുടെ ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വീർപ്പുമുട്ടി നിൽക്കുന്ന അടുത്ത രംഗം വരുമ്പോഴാണ്, ആ രക്ഷയില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ കണ്ണുപൊട്ടനായിട്ടുള്ള രാജാവിന്, അന്ധനായിട്ടുള്ള രാജാവിന്, ദൃഷ്ടി പോയ രാജാവിന്, അല്ലെങ്കിൽ തന്നെ ദൃഷ്ടിയില്ല, ഇനിയിപ്പൊ ഇതും കൂടി കഴിഞ്ഞപ്പോൾ തീരെ ദൃഷ്ടിയില്ലാണ്ടായി, അന്ധതയിലാവുകയാണ്. കാരണം മരണം അല്ലെങ്കിൽ തോൽവി എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും അന്ധനാവുന്നത്. ആ അവസ്ഥയിലാണ് ഡ്രൈവറോട് ചോദിക്കുന്നത്, ലക്ഷ്മി ചൊല്ലണോ അല്ല ഞാൻ ചൊല്ലണോ ഒന്നാമത്തെ ശ്ലോകം? ധൃതരാഷ്ട്രോവാച അല്ലേ ആദ്യത്തെ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്ര ചോദിക്കുന്നത്. ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം കുരു എന്നാണ്. ഏത് ക്ഷേത്രം? ഇത് ഡൽഹിയിൽ നിന്നും കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ യുദ്ധം നടക്കുന്ന സ്ഥലം ഇപ്പോഴും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയിട്ടുണ്ട് ക്ലാസ് എടുക്കാനൊക്കെ. ആ സമയത്ത് കുരുക്ഷേത്രമൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ചുവന്ന മണ്ണൊക്കെയാണ്. അവിടെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ്. അവിടെ 45,000-ഓളം ജനങ്ങള്, കുറേ വാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഫിലോസഫിയിൽ. അപ്പൊ എത്ര ആനകളുണ്ട്, ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന സ്ഥലം, ഹസ്തിനപുരം എന്ന് പറഞ്ഞാൽ ഹസ്തി എന്ന് പറഞ്ഞാൽ തന്നെ ആനയാണ്, ആനകളുടെ നാട്ടിൽ നിന്നാണ്. അപ്പൊ അന്നത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററി ഒക്കെ ഉണ്ടായിട്ടും ഇത് പോയ സമയത്ത് എന്തേ ഇല്ലാത്തത് കയ്യിൽ എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, അത് ധർമ്മം മാത്രമാണ്. പക്ഷെ ഈ കുരുക്ഷേത്രത്തിന്റെ പേര് ധർമ്മക്ഷേത്ര എന്നുമാണ്. അത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അപ്പൊ ധർമ്മക്ഷേത്രം എന്ന കുരുക്ഷേത്രം, അതില് മിലിറ്ററിയോ ഫോഴ്സോ ഒന്നും അല്ല ആവശ്യം, ധർമ്മമാണ് ആവശ്യം. അത് അവനവന്റെ ഭാഗത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്ന് പറയുന്നത്. എല്ലാ കള്ളന്മാരുടെയും വിചാരം, എല്ലാ തെറ്റ് ചെയ്യുന്നവരുടെയും വിചാരം, എല്ലാ ദുഷ്ടവരുടെയും വിചാരം, എന്തു ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു ധാരണയുണ്ടാവും. എന്റെ ധർമ്മമാണ് എന്റെ ധർമ്മം. നമ്മൾ പൊതുവെ ധരിക്കുന്ന ധർമ്മം ആവണമെന്നില്ല തെറ്റ് ചെയ്യുന്ന ആളുടെ ധർമ്മം. അപ്പൊ ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ധർമ്മപുത്രരുടെ ഭാഗത്താണ്. പക്ഷെ ചോദിക്കുന്ന ധൃതരാഷ്ട്രർക്ക് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്ന് പറഞ്ഞു അവനവന്റെ കുരുക്ഷേത്രം. കുരുരാജവംശം ആണ് ഇദ്ദേഹത്തിന്റെ
ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അവിടെയാണ് ധർമ്മക്ഷേത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുറച്ച് വൈബ്രേറ്റ് ആയി പോയിട്ടുണ്ട്. അതിനെ പുനഃസ്ഥാപിക്കലാണ് ധർമ്മത്തിന്റെ ആവശ്യം. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. അതാണ് എല്ലാ അഭ്യുദയകാംക്ഷികളും നോക്കുന്നത്. ഇവരുടെ ഭാഗത്ത് കൂടുന്ന ചില പവർ മോങ്കേഴ്സിന്റെ ഭാഗത്ത് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. എന്താണ് സംഭവിക്കുന്നത്? എപ്പോ? ആദ്യം തന്നെ ചോദിക്കുകയാണ്. പക്ഷെ ഇത് പറയുന്നത് 10ാമത്തെ ചാപ്റ്റർ വരുമ്പോഴാണ് മാത്രം. എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഡേ. അപ്പൊ 60 കിലോമീറ്ററോളം വീതിയുള്ള കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന കളത്തില് 30 കിലോമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും അതിന്റെ സെൻട്രലാണ് ഈ രഥം കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതാണ് ചാപ്റ്ററിൽ മനസ്സിലാവും. അതിന്റെ കൃത്യമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ അസംബ്ലി അല്ലെങ്കിൽ വാർ ഫോർമേഷൻസ്. മഹാഭാരത വാർ ഫോർമേഷനെ കുറിച്ചൊരു നല്ല ബ്യൂട്ടിഫുൾ ബുക്ക് ഉണ്ട്. ഞാൻ പണ്ട് ഒരു എസ് എഴുതിയതിന് എനിക്ക് സമ്മാനം കിട്ടിയത് മഹാഭാരത വാർ ഫോർമേഷനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. അത് നമ്മുടെ ഒരു മിലിറ്ററി ഓഫീസർ എഴുതിയിട്ടുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ആ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ, എന്റെ ആൾക്കാരും മാമക പാണ്ഡവാശ്ചൈവ. അതിൽ തന്നെ ഒരു ബൈഫർക്കേഷൻ ഉണ്ട്. മാമക എന്റെ ആൾക്കാരാണ്, മറ്റവരോ അത് പാണ്ഡവന്മാര്. സ്വന്തം കസിന്റെ അനിയന്റെ മക്കളാണെന്നുള്ള തോന്നലൊക്കെ മറന്നുപോയി. എന്റെ മാമക എന്റെ ആൾക്കാരും പാണ്ഡവന്മാരും. കിമകുർവത സഞ്ജയ പറയും. ഞാൻ പറഞ്ഞല്ലോ, റോട്ടിൽ ട്രാഫിക് ജാം വരുന്ന സമയത്ത് ഡ്രൈവറോട് ചോദിക്കുന്നത് പോലെ സഞ്ജയനാവുന്ന ഡ്രൈവറോടാണ് ചോദിക്കുന്നത്. സഞ്ജയൻ ഡ്രൈവറാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ടെൽമി, എന്താണ് സംഭവം? ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്. സഞ്ജയ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തില് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ചോദിക്കുന്നത്. ഈ ഒരു അവസ്ഥയില് എന്റെ പുത്രന്മാരും എന്റെ ആൾക്കാരും പാണ്ഡവന്മാരും എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഭഗവത്ഗീത ഈ ഒരു ചോദ്യത്തിലും, അതാണ് ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ ആയിട്ട് നോക്കുന്ന ഒരു വ്യക്തി. ഇവര് യുദ്ധക്കളത്തിൽ ഇല്ലാത്തവരാണ്. അഡ്വൈസ് കൊടുക്കുന്നത് കൃഷ്ണനാണ്, അഡ്വൈസ് കിട്ടുന്നത് അർജുനാണ്. പക്ഷെ ഇതിന്റെ ഒരു ദ്രഷ്ടാവ് അല്ലെങ്കിൽ ഫലം അനുഭവിക്കാൻ പോകുന്ന ആള്, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഫലം അനുഭവിക്കുന്നത് തോക്കുന്നവരാണ്. അതിനുത്തരം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇനി 18ാമത്തെ അധ്യായത്തിൽ 74ാമത്തെ ശ്ലോകം. ഭഗവത്ഗീത എല്ലാവരും പഠിപ്പിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഞാനൊന്ന് പഠിപ്പിച്ചോളാം. മോക്ഷസന്യാസ യോഗത്തിലേക്ക് എത്താം. ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഉണ്ടോ? ലക്ഷ്മിയുടെ അടുത്ത് ബുക്ക് ഉണ്ടോ? അല്ല, ഞാൻ ഇല്ലേ? 18ാമത്തെ അധ്യായത്തിൽ 74ാമത്തെ ശ്ലോകമാണ്. അതാണ് ഇതിനുത്തരം. ഈ രാജാക്കന്മാർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്റ്റുഡന്റ് ഉടനെ ഉത്തരം പറയല്ലേ വേണ്ടു. അതിനിടയിലുള്ള ഈ പഴയ സ്റ്റോറി പറയുന്ന കഥ പോലെ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഡിസ്കഷൻസ് ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആ ഒറ്റ ഉത്തരത്തില് സഞ്ജയന് കൃത്യമായിട്ട്, ഇത് യുദ്ധം നടക്കുന്നതിന് മുമ്പാണ് ഉത്തരം പറയുന്നത്. അവിടെ എന്താ നടക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സഞ്ജയന് ഉത്തരം പറയാൻ പറ്റി. ഈ കൊടുത്തിട്ടുള്ള മെസ്സേജും ക്ലാസ്സും ഫലിച്ചോ ഇല്ലയോ എന്നൊന്നും പറയണ്ട. ക്ലാസ് കഴിയുന്ന ആവശ്യമില്ല, അതിനു മുമ്പ് തന്നെ പറയാൻ പറ്റും സഞ്ജയന്. പക്ഷെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും സഞ്ജയൻ അതിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞു. ആ കൺക്ലൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്ന് ചോദിച്ചല്ലോ ലക്ഷ്മി. അതുകൊണ്ടാണ് ഞാൻ ആ ശ്ലോകം എടുക്കാതെ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചത്. അപ്പൊ 18ാമത്തെ അധ്യായത്തിൽ 74 തന്നെയല്ലേ? അതാണ് ലാസ്റ്റ്, അല്ല 76ാമത്തെ ശ്ലോകം. നോക്കട്ടെ, ഞാൻ 78ാമത്തെ ശ്ലോകം. 78ാമത്തെ ശ്ലോകം എന്റെ കയ്യിലുള്ളതിൽ നമ്പർ ഇല്ല സർ, അതാണ് ഒരു പ്രശ്നം. എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ വായിക്കാം. ധ്രുവാ നീതിർ മതിർ മമഃ. ഇങ്ങോട്ട് ചൊല്ലിക്കോളൂ, ചൊല്ലുകയാണെങ്കിൽ ഒരു സുഖല്ലേ കേൾക്കാൻ. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാ നീതിർ മമഃ. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോ ആ ശ്ലോകവും കൂടി ഒന്ന് കയ്യിലെടുത്തു കഴിഞ്ഞാല് വളരെ എളുപ്പം. 1ാമത്തെ ശ്ലോകം ചോദ്യം ചോദിച്ചു, അതിനു മുമ്പ് കുറച്ച് സഞ്ജയൻ ഉത്തരമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ക്രക്സ് അല്ല, ഞാൻ ആ ക്രക്സിലാ പോകുന്നത്. അപ്പൊ 2 ശ്ലോകത്തിൽ എനിക്ക് ഭഗവത്ഗീത തീർക്കാം. 1 ക്വസ്റ്റ്യൻ 1 ആൻസർ, ഭഗവത്ഗീത ഫിനിഷ്ഡ് എന്ന് ഞാൻ പറയാം. ഇങ്ങനെയൊക്കെയാണ് ചെറിയ കുട്ടികൾക്ക് ക്യാപ്സ്യൂലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് വേറെ ഒരു ഫിലോസഫിയും ഇതിന്റെ വേദാന്തവും ഭക്തിയും കർമ്മവും
ഒന്നും ആവശ്യമില്ല. നേരെ ഒരു ചോദ്യം ഒരു ഉത്തരം. കാരണം ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ് പിള്ളേർക്ക്. ഉടനെ ഉത്തരം കിട്ടണം. ആ ഉത്തരവും കുറച്ച് നീണ്ടിട്ടൊക്കെ പറയാം. ഇത് എല്ലാം ഇങ്ങനെ ആയിരുന്നോ ഭഗവത്ഗീത എഴുതിയ കാലത്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തിട്ടൊക്കെ പോയിട്ട് കുറെ പലർത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലതിൽ സുഖമുണ്ട്, ചിലത് സുഖമില്ല, എല്ലാ ശ്ലോകത്തിലും അതേ പ്രാധാന്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം പലരും കൂട്ടിയിട്ടാണ് ജയം അവസാനം മഹാഭാരതമായത്. ആദ്യം തുടങ്ങിയ കാലത്ത് ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തു എന്നാണ് റിസർച്ചുകാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉത്തരം പറഞ്ഞത് എത്ര യോഗേശ്വര കൃഷ്ണോ, യോഗേശ്വരനായ കൃഷ്ണൻ. അത് ആരാ പറയണമെന്ന് ആലോചിച്ച് നോക്കണം. ശത്രുപക്ഷത്തിരിക്കുന്നവരാണ്. ഇത് കേൾക്കുന്നവരാരാന്ന് ആലോചിച്ച് നോക്കണം. ശത്രുവായിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്, എന്റെ മോ കാഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് പറയുന്നത് ആ ഭാഗത്ത് യോഗേശ്വരനായ കൃഷ്ണനാണ്, വില്ലാളി വീരനായ അർജുനാണെന്നാണ്. എത്ര പാർത്ഥോ ധനുർധര, ഇതിനേക്കാളും ധനുർധാരിയായിട്ട് ഒരാളും ഇല്ല. ധനുർധാരിയായ പാർത്ഥൻ. ടെൻഷൻ അടിക്കാൻ പിന്നെ വല്ലതും വേണോ? അന്ന് ഹാർട്ട് അറ്റാക്ക് അന്ന് ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഉണ്ടെങ്കിൽ ആ സമയത്ത് നേരെ ആംബുലൻസ് വിളിച്ചിട്ട് ICU കിടത്തൊക്കെ ഉണ്ടാവും. പിന്നെ ICU എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ തന്നെ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ, അവിടെയാണ് എന്തുണ്ടാവുക? ശ്രീ ഉണ്ടാവുക. ആ ശ്രീ തന്നെയാണ് ശ്രീ ഭഗവത്ഗീതയിലെ ശ്രീമദ് ഭഗവത്ഗീത. ആ ശ്രീ എന്ന് പറയുന്നത്, ആ അഭിവൃദ്ധി എന്ന് പറയുന്നത്, ആ ജയം, ആ ഐശ്വര്യം എന്ന് പറയുന്നത് വിജയോ ഭൂതി ധ്രുവ നിതിർമതിർമഹ. കൃത്യമായിട്ട് അതിനുത്തരം പറഞ്ഞു. അവിടെയാണ് ജയം ഉണ്ടാവുക, അവിടെയാണ് നീതി ഉണ്ടാവുക. നിശ്ചയമായിട്ടും എന്റെ അഭിപ്രായം മതിർമമഹ, എന്റെ അഭിപ്രായമാണ്. അത് വളരെ ബയാസ്ഡ് അല്ല. ഇന്നത്തെ പ്രസ്സുകാർ ചെയ്യുന്നത് പോലെ രാജാക്കന്മാരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും നടന്നിട്ടില്ല. ഞാൻ എന്റെ ഡ്രൈവറുടെ പണി പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് നേരിട്ട് പറയാണ്. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിത്ത്ഡ്രോയൽ ഇല്ല. സാധാരണ പറയാറുണ്ട്, യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരനും, നമ്മൾ സാധാരണ ഹൃദയത്തിൽ വെടിവെച്ചിട്ട് ഞാൻ മരിച്ചു എന്ന് പറയുമല്ലോ, അല്ലേ? അങ്ങനെ പറ്റുള്ളൂ എന്നാണ്. നേരെ ഇങ്ങോട്ട് അടിച്ചിട്ടേ മരിക്കുള്ളൂ. കാരണം ഓപ്പോസിറ്റ് നിന്ന് വന്നു കഴിഞ്ഞാൽ ഓപ്പോണന്റ് ആണ് വെടിവെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വെടിവെക്കും. ഇനി ഞാൻ ബൈ ചാൻസ് ഫോർവേഡ് പോയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഫ്രണ്ടിൽ ഉള്ള ആള്, ബാക്കിയുള്ള കൂലിക്കാരൊക്കെ പോട്ടെ, മേജർ ആയിട്ടുള്ള ഫൈറ്റേഴ്സ് ഫ്രണ്ടിൽ പോകുമ്പോൾ ബൈ ചാൻസ് അവിടുന്ന് പേടിച്ചിട്ട് പിന്നോട്ട് ഓടി എന്ന് പറഞ്ഞു. ഈ ഓടി വരുന്ന ആള് ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മുടെ പാർട്ടിക്കാരനെ അവരടിക്കും. അപ്പൊ എപ്പോ പോയാലും ഞാൻ വലിയ ധൈര്യശാലിക്ക് മാത്രമൊന്നുമല്ല, തോറ്റോടി പോകുന്നവനും ഫ്രണ്ടിൽ തന്നെ അടിക്കുക. പലപ്പോഴും അങ്ങനെയാ സംഭവിക്കാറ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇദ്ദേഹം പിന്നെ ഓപ്പോസിറ്റ് പട്ടാളക്കാരൻ്റെ തെറ്റാന്ന് പറഞ്ഞില്ല, ഒരു രക്ഷയില്ല. കൃത്യമായിട്ട് അതിന് സഞ്ജയൻ ഉത്തരം പറഞ്ഞു. അപ്പൊ ഭഗവത്ഗീത 2 ശ്ലോകത്തിൽ 1 question 1 answer. ക്വസ്റ്റ്യൻ ഫ്രം ദ കിങ് ആൻഡ് ആൻസർ ഫ്രം ദ ഡ്രൈവർ. ഭഗവത്ഗീത തീർന്നു. ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഭഗവത്ഗീത വി ക്യാൻ ക്ലോസ് ഇറ്റ്. ഇതൊരു പുതിയ അനുഭവമാണ്. അതായത് അവിടെ എന്ത് സംഭവിക്കുകയാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന്റെ ഉത്തരം എവിടെയാണോ ഭഗവാൻ ഉള്ളത്, അല്ലെ, അവിടെ ഇതാണ് എന്നുള്ളത് കൃത്യമായി. നമ്മള് PhD thesis ഒക്കെ എഴുതുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ഡെഫിനിഷൻ ആണ് ഫസ്റ്റ്, കൺക്ലൂഷൻ ആണ് ലാസ്റ്റ്. പ്രോബ്ലം ഡിഫൈൻ ചെയ്താൽ കൺക്ലൂഡ് ചെയ്യണം. ഞാനൊക്കെ PhD thesis ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക, ക്വസ്റ്റ്യൻ നോക്കും, കൺക്ലൂഷൻ കറക്റ്റ് ആണോ, പിന്നെ ഒന്നും ഉള്ളിൽ വായിക്കേണ്ട കാര്യമില്ല നമ്മൾ. അപ്പൊ അങ്ങനെയാണ് നമ്മളൊക്കെ വലിയ പുസ്തകങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് മാർക്കിട്ട് കൊടുക്കുക. അപ്പൊ വളരെ എളുപ്പമാണ്. അപ്പൊ ഇതേ ടെക്നിക്കാണ് ഇന്നത്തെ മോസ്റ്റ് അഡ്വാൻസ്ഡ് സയന്റിഫിക് ആയിട്ട് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് എ PhD thesis. അപ്പൊ ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് PhD thesis എഴുതണമെങ്കിൽ ഭഗവത്ഗീതയുടെ രൂപത്തിലാണ് എഴുതേണ്ടത്. ഒരു പ്രോബ്ലം പറഞ്ഞു, അതാണല്ലോ പ്രോബ്ലം ആണല്ലോ PhDക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ആ പ്രോബ്ലം സാറ് വ്യക്തമാക്കി തന്നു. അതായത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് സാറ് ഈ ഒരൊറ്റ ചോദ്യവും അവസാനത്തെ ഉത്തരവും കൊണ്ട് ഇതെന്തിനാണ് പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിനും കൂടെ ഉള്ള ഒരു ഉത്തരം കൂടിയായിട്ടാണ് സാർ തന്നത്. അതായത് ഇതെങ്ങനെ ഫലിച്ചു എന്നും കൂടി അറിഞ്ഞാൽ നമ്മൾ സമാധാനമായി. അപ്പൊ അത് പറയേണ്ടത് മെന്റിയാണ്, മെന്റർ അല്ല. മെന്റർ പറയുന്നതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. തീർച്ചയായിട്ടും ഒരു ഡോക്ടറെയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഡോക്ടർ അല്ല, പേഷ്യന്റ് ആണ്. സത്യം. പേഷ്യന്റിന്റെ മൗത്ത് നിന്നാണല്ലോ പ്രൊപ്പഗേഷൻ വരിക.
നമ്മുടെ ബാക്കി മാർക്കറ്റൊക്കെ ജീവിതത്തിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഉത്തരമാണ് അങ്ങ് തന്നത്. ഭഗവത്ഗീത വായിക്കുമ്പോൾ ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് നമുക്ക് വേണ്ടതെല്ലാം ഉള്ളത് എന്നുള്ള ഒരു ഉത്തരം അങ്ങ് ഇതിൽ കൂടി തന്നു കഴിഞ്ഞു. ഭഗവത്ഗീത വായിക്കുന്നതിന്റെ പഠിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഈ ഒരൊറ്റ കൺക്ലൂഷനിൽ തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നതെല്ലാം നമുക്ക് വിശദീകരണം ഇല്ലാതെ തന്നെ ഒരുപക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈസി ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അല്ലേ സർ? ഇത് അങ്ങനെ ഒരു ലോജിക്കലായിട്ടാണ് പഠിക്കുന്നത് ഞാൻ. അപ്പൊ ലോജിക്കലായിട്ട് പോകുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഡിഡക്റ്റീവ് മെത്തേഡാണ്. ഞാൻ എഡ്യൂക്കേഷൻ സ്റ്റൈല് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും വിചാരിച്ചാൽ, ഇത് ഇതിപ്പോ തീരാൻ കുറെ സമയം വേണമല്ലോ. ഭഗവത്ഗീത തീർന്നില്ലേ? 20 മിനിറ്റ് കൊണ്ട് തീർന്നു. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി സമയമുണ്ടോ? 40 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഇനി കുറച്ചുകൂടി സമയമുണ്ടോ? 60 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഇനി കുറച്ചുകൂടെ സമയമുണ്ടോ? 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ തീർക്കാം. അപ്പൊ എപ്പോഴും തീർന്നു എന്നുള്ള തോന്നലുണ്ടാവും. അതല്ലെങ്കിൽ ഇത് വലിയൊരു എന്താണ്, ജാമ്പവാൻ കയറാൻ പറ്റാത്ത മലയാന്നൊക്കെ പറയില്ലേ? വളരെ 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 സിമ്പിൾ ആയിട്ട് സാറ് ഇപ്പൊ തന്നെ പ്രതീക്ഷ എല്ലാവർക്കും തുടങ്ങും. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോ തന്നെ ഭഗവാൻ ഉള്ളിടത്ത് ഇതെല്ലാം വന്നു ചേരും എന്നുള്ള ഒരൊറ്റ ഉത്തരം ആദ്യമേ അങ്ങ് തന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പഠിക്കുമ്പോൾ നമുക്ക് ആ ഉറപ്പോടുകൂടി, ആ കോൺഫിഡൻസോട് കൂടിയിട്ട് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉറ്റുനോക്കുകയാണ് അങ്ങയുടെ അടുത്ത വിശദീകരണം. പലർക്കും ഭയമാണ്. എന്താ അറിയോ ലക്ഷ്മി, ഈ ഭഗവത്ഗീത തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പല പേരും ചോദിച്ചിട്ടുണ്ട്, ഇത് പഠിക്കാൻ പറ്റുമോ? ഇത്ര കുറെ ശ്ലോകങ്ങളില്ല. ഞാൻ പറഞ്ഞില്ല, 2 ശ്ലോകങ്ങൾ. സർ, ഇതേ ചോദ്യമായിട്ട് എന്റെ മകൻ പറയുകയുണ്ടായി. ഒരുപാട് പേര് വായിച്ചിട്ട് റിവ്യൂസ് ഇട്ടിരിക്കുന്ന 4 പ്രാവശ്യമൊക്കെ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ്. സാറ് പറഞ്ഞ അതേ കാര്യം എന്റെ മകൻ, 20 വയസ്സുള്ള എന്റെ മകൻ എന്നോട് ചോദിച്ചു. അപ്പൊ ഇതിൽ തന്നെ അങ്ങ് ഇത് പറയുമ്പോ തന്നെ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടി. കൺക്ലൂഷനിൽ തന്നെ നിങ്ങൾക്കുള്ള എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ തന്നെ 18-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം എടുത്താൽ അതിൽ ഉത്തരമുണ്ട്. അത് തന്നെയാണ് ഉത്തരം. ഇനി അങ്ങോട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോളൂ. ഭഗവാൻ ഉള്ളിടത്ത് ഇതെല്ലാം ഉണ്ടാകും. സമാധാനവും സന്തോഷവും ശ്രീയും ഐശ്വര്യവും ധൈര്യവും വ്യക്തിത്വവും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകും എന്നുള്ള ഒരൊറ്റ കൺക്ലൂഷനിൽ അങ്ങ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ആവേശഭരിതരാക്കി, നമ്മുടെ ഭയം മാറ്റി, പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഭയം പൂർണ്ണമായിട്ട് ഇനി പഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും നൽകുകയാണ് ചെയ്തത്.